നമ്മൾ സെലിബ്രേറ്റ് ചെയ്യപ്പെടുക എന്ന് പറയാം, അല്ലാണ്ട് സെലിബ്രേറ്റ് ചെയ്യുന്ന ഞാൻ തന്നെ പറയുന്നില്ല. ഇപ്പോൾ കോടതി പരിസരത്ത് പോയപ്പോൾ പോലും വക്കീലുമാർ എൻ്റെ ഫോട്ടോ എടുക്കുകയുണ്ടായി, എൻ്റെ ഓഫീസിലാണ്. അപ്പോൾ ആൾക്കാർ ആഘോഷിക്കുന്നുണ്ട്. അതൊരുത്തരം കോടതി പോയിരുന്നു ലോക്കോട്ടിൽ പോയിരുന്നു. കോടതി വിധി ദിലീപിനെ വെറുതെ വിടും എന്ന് പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഒരു 50-50 ചാൻസ് എന്തായാലും ഉണ്ടാവണമല്ലോ. മലയാളത്തിൻ്റെ ഒരു താര ഉദയമാണല്ലോ ദിലീപേട്ടൻ. അന്നും ഇന്നും ജനപ്രിയ നായകൻ എന്ന് പറയുമ്പോൾ അത് ദിലീപേട്ടനാണല്ലോ. അത് അകത്ത് ഞാൻ ഇപ്പോൾ ഒരു 10 മീറ്റർ ഡിസ്റ്റൻസിൽ നിന്ന് ദിലീപേട്ടൻ്റെ അനിയനെ കണ്ടു. പുള്ളി എന്തോ ടെൻഷനിലാണെന്ന് തോന്നുന്നു. സംസാരിച്ചില്ല. 10 മീറ്റർ ഡിസ്റ്റൻസിൽ നിന്ന് ദിലീപേട്ടൻ അനൂപേട്ടനെ കാണാൻ സാധിച്ചത്. സംസാരിക്കാൻ പറ്റിയില്ല, പുള്ളി എന്തോ ടെൻഷനിലാണ്. ദിലീപേട്ടൻ്റെ അനിയനാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കോടതി വിധി വന്നെന്ന് പറഞ്ഞ് ഒരാളോട് അറിയാമെങ്കിലും സോഷ്യൽ മീഡിയ തന്നെ അറിയാൻ പറ്റും, പക്ഷേ എങ്കിലും മിണ്ടണമെന്നില്ലല്ലോ. പക്ഷെ ദിലീപേട്ടൻ എന്തായാലും കണ്ടു കഴിഞ്ഞാൽ മിണ്ടും എന്ന് വിശ്വസിക്കുന്നു. കാണാൻ പറ്റും എന്നുള്ള വിശ്വാസം ഉണ്ടോ? ഭയങ്കര വിശ്വാസമുണ്ട് ചേച്ചി എന്തായാലും. കാരണം ഒരുപാട് പേര് എതിർത്ത് സംസാരിക്കണതല്ലോ. കാരണം സന്തോഷ് വർക്കിയാണെങ്കിലും ആറട്ടനെ പോലെ ആൾക്കാരൊക്കെ അങ്ങനെ കുറ്റം പറയുന്നത് എനിക്ക് അത്ര പിടിക്കുന്നില്ല. അതുകൊണ്ട് മാത്രമാണ് ദിലീപേട്ടൻ്റെ വീട്ടിൽ നിന്ന് വരാൻ വേണ്ടി തോന്നിയത്. എന്തായാലും മലയാള സിനിമയിൽ ഇന്നും ഒരു താരോദയം ഉണ്ട് എന്ന് തന്നെ പറയാം. കാരണം പപ്പപ്പ പോലത്തെ സിനിമ ഈ വരുന്ന ഡിസംബർ 12 തിയേറ്ററിലെത്തുമ്പോൾ അതിനുള്ള അർഹിച്ച വിജയം കിട്ടണമെങ്കിൽ ദിലീപേട്ടനെ കൊണ്ട് പറ്റില്ല.